നമ്മുടെ അടുത്ത ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്, എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് നോക്കിപ്പോവാം. കൺസിഡർ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x square plus 1 is equal to 0. x square plus 1 is equal to 0, that means x square is equal to -1. അപ്പോൾ x square equal to -1 എന്നുള്ള ഈ ഇക്വേഷന് ഏതെങ്കിലും റിയൽ സൊല്യൂഷൻ വരുന്നുണ്ടോ നോക്കിക്കേ. x square equal to -1 ആണ്. x square means ഏതെങ്കിലും ഒരു റിയൽ നമ്പറിന് സ്ക്വയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടാലേ നിൽക്കുള്ളൂ. അപ്പം നോൺ നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിയൽ നമ്പറും റിയൽ സൊല്യൂഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. ഓൾറെഡി നമ്മൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 സൊല്യൂഷൻസ് ഇല്ല, റിയൽ സൊല്യൂഷൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്തരം ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ വേണ്ടി വരില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്പർ സിസ്റ്റം കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചേക്കണയിൽ ഏറ്റവും ഹയസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കണ ഏതാണ്? റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇറാഷണൽ, റാഷണൽ, അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സ്. അതാണ് ബ്രാഞ്ച് ഫുള്ളായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചേക്കണേ അല്ലേ. അപ്പോൾ ആ റിയൽ നമ്പേഴ്സിൽ നിന്ന് അടുത്ത ഒരു ടോപ്പിലേക്ക് വരുന്ന കാരണം എന്താണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ദാറ്റ് ഈസ് നമുക്കറിയാവുന്നതാണ്, റിയൽ നമ്പേഴ്സ് വരെയുള്ള നമ്പർ സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, വോൾ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്, റാഷണൽ, ഇറാഷണൽ, അതുപോലെ എല്ലാം കൂടി ചേർന്നതാണ് റിയൽ നമ്പേഴ്സ്. നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ്. അപ്പം ഈ റിയൽ നമ്പേഴ്സിലൊന്നും നമുക്ക് ഈ ഒരു ഇക്വേഷന്, ഈ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇമാജിനറി, ദാറ്റ് മീൻസ് കോംപ്ലക്സ് നമ്പറിലേക്ക് പോകുന്നു. കോംപ്ലക്സ് നമ്പർ മീൻസ് കോംപ്ലക്സ് നമ്പർ ഐ ആണ്, അയോട്ട. അത് ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഓയിലർ ആണ്, മാത്തമാറ്റീഷ്യൻ ഓയിലർ ആണ്. ദെൻ എ പ്ലസ് ഐ ബി എന്നുള്ളതാണ് കോംപ്ലക്സ് നമ്പറിന്റെ ഫോം. എ പ്ലസ് ഐ ബി ഫോമിലുള്ള ഓരോ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഓരോ ഓർഡേഡ് പെയേഴ്സ് ആയിട്ട്, റിയൽ നമ്പേഴ്സിലെ ഓരോ ഓർഡേഡ് പെയേഴ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് WR ഹാമിൽട്ടൺ ആണ്. ഈ ഒരു തിയറി പറഞ്ഞിരിക്കുന്നത് നമുക്കിനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഐയുടെ വാല്യൂ എന്താണ്, എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞാണ് AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 ഇത്തരത്തിലുള്ള ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരുമ്പോൾ ഹിയർ ഡിസ്ക്രിമിനന്റ് വരുന്നത് B സ്ക്വയർ മൈനസ് 4AC ഈസ് ലെസ് ദാൻ 0 വരുന്ന സിറ്റുവേഷനിലാണ് എന്ത് നമുക്ക് അതിനൊരു റിയൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇത്തരം കേസുകളിലാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇനി എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് നോക്കാം. ദാറ്റ് ഈസ് ഐ ആണ്, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ റൂട്ട് ഓഫ് -1. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോഴാണ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? ഐനെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഐയുടെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് -1 ആണ്. ദാറ്റ് മീൻസ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്വയർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേനും ദാറ്റ്സ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 കിട്ടും. ഐ ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പം നമ്മൾ പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് എന്ത്? അതിന് റിയൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയേക്കുവാണ്. ദാറ്റ് ഈസ് ഐ സ്ക്വയർ ഈക്വൽ ടു -1 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. ഐ എന്താണ്? കോംപ്ലക്സ് നമ്പർ ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് the number of the form a plus ib where a and b are real numbers is defined to a complex number. കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് രീതിയിലാണ്? A പ്ലസ് IB ഫോമിലാണ്. അതിൽ വരുന്ന എയും ബിയും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. അത് ഏത് ഫോമിലാണ്? A പ്ലസ് IB ഫോമിലാണ് കോംപ്ലക്സ് നമ്പേഴ്സ് വരിക. ഹിയർ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ, കോംപ്ലക്സ് നമ്പേഴ്സുകളുടെ ആ ഒരു കളക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ സിയും, ഓരോ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് സ്മോൾ ഇസഡ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാനും പറ്റും. ദി സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദി റിയൽ നമ്പേഴ്സ്. ഈ ഒരു കാര്യം ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് ഗ്രീക്കുകാരാണ്. അതിനുശേഷം ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള മഹാവീര, അദ്ദേഹത്തിൻ്റെ വാക്കായിട്ടുള്ള ഗണിതശാസ്ത്ര സംഗ്രഹയിൽ ഈ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് അത് നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ആദ്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് മഹാവീരയാണ്. അതുപോലെ തന്നെ വേറൊരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ് ഭാസ്കര. അദ്ദേഹത്തിന്റെ ബീജഗണിതയിലും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ വി നീഡ് ടു എക്സ്റ്റെൻഡ് അവർ റിയൽ നമ്പർ സിസ്റ്റം ടു ലാർജർ. ദെൻ Euler was first introduced the symbol I for root of -1. Square root of negative number that is root of -1 പകരം എന്താണ്? I എന്ന് പറയുന്ന സിമ്പിൾ, ദാറ്റ് ഈസ് I എന്ന് പറഞ്ഞ അയോട്ടയാണ്. അയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഓയിലർ ആണ് ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം
WR ഹാമിൽട്ടൺ അദ്ദേഹമാണ് ഓരോ കോംപ്ലക്സ് നമ്പർ A+IB എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ ഓരോ ഓർഡേഡ് പെയേഴ്സിന്റെ റിയൽ നമ്പേഴ്സിലുള്ള ഓരോ ഓർഡേഡ് പെയേഴ്സിന്റെ രീതിയിൽ അതിനെ കൺസ്ട്രക്ട് ചെയ്യാം എന്ന് പറഞ്ഞത് WR ഹാമിൽട്ടൺ ആണ്. ഹി റിഗാർഡ് the complex number A+IB as an ordered pair of real numbers AB, giving it a purely mathematical definition. Here Z is equal to A+IB. കോംപ്ലക്സ് നമ്പർ ആണ് തന്നിരിക്കുന്നത്, A+IB ഫോമിലാണ്. ഇവിടെ ഈ A എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്, നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടാണ് A എന്ന് പറയുന്നത്. A is called the real part and is denoted by real part of Z. REZ എന്നാണ് എഴുതുന്നത്. അതിനെ ഡിനോട്ട് ചെയ്ത് ഷോർട്ട് ഫോമിൽ എഴുതുന്നതാണ്. റിയൽ പാർട്ട് ഓഫ് ഇസഡിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ. ഇനി ബി എന്ന് പറയുന്ന ഈ റിയൽ നമ്പർ, ദാറ്റ് മീൻസ് ഐയോട് കൂടെ ഉള്ളതല്ലേ ബി വന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീനെ നമുക്ക് എന്ത് പറയാം? ഇമാജിനറി പാർട്ട് എന്ന് പറയാം. ഈ ഇമാജിനറി പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്, ദാറ്റ് ഈസ് IMZ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണെന്നറിയാം. എ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടും ബി എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടുമാണ്. ഫോർ എക്സാമ്പിൾ, Z1 is equal to 2 plus I3. Z2 is equal to minus 2 plus I4. Z3 is equal to 4 plus I minus 1 by 10. ഇതെല്ലാം എന്ത് തന്നെയാണ്? കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെയാണ് അല്ലേ? കാരണം കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് Z equal to A+IB ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണെന്ന് അറിയാം. അപ്പം ഈ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും, ദാറ്റ് മീൻസ് Z1 എന്താണ്? A+IB ഫോമിലല്ല വന്നിരിക്കുന്നത്, A+IB. Here A is equal to 2 and B is equal to 3. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ Z1 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതുപോലെ Z2ലെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്, ബിയുടെ വാല്യൂ 4 ആണ്. അഗെയിൻ -2ഉം 4ഉം എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അതുപോലെ Z3യിൽ വന്നിരിക്കുന്ന A+IB ഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എയും ബിയും എന്തൊക്കെയാണ്? കറസ്പോണ്ടിങ് എ എന്ന് പറയുന്നത് 4ഉം ബി എന്ന് പറയുന്നത് -1/10 ആണ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് തന്നെയാണ്. സോ Z1, Z2, Z3 ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? കോംപ്ലക്സ് നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ കൺസിഡർ ഇഫ് Z is equal to 2 plus I5. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, 2 plus I5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ റിയൽ പാർട്ട് എങ്ങനെയായിരുന്നു? A+IB ഫോമിലാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ A എന്ന് പറയുന്നത് അതിന്റെ റിയൽ പാർട്ടും B എന്ന് പറയുന്നത് അതിന്റെ ഇമാജിനറി പാർട്ടും ആണ്. ദാറ്റ് ഈസ് Z equal to A+IB, real part of Z is equal to A, imaginary part of Z is equal to B. അപ്പം Z is equal to 2 plus I5 ആണ് നമ്മുടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 2 ആയിരിക്കും അതിന്റെ റിയൽ പാർട്ട് വരുന്നത്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് അയ്യോട് ഇവിടെ നിൽക്കുന്ന എന്താണ്? ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഇമാജിനറി പാർട്ടായിട്ട്, ദാറ്റ് ഈസ് 5 ആയിരിക്കും ഇമാജിനറി പാർട്ടായിട്ട് വരുന്നത്. ദെൻ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എപ്പോഴാണ് ഈക്വൽ ആകുന്നത് എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. 2 കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ആൻഡ് Z2, ദാറ്റ് ഈസ് Z1 is equal to A+IB, Z2 is equal to C+ID. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ റിയൽ പാർട്ടുകൾ ദാറ്റ് ഈസ് എയും സിയും റിയൽ പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഇമാജിനറി പാർട്ടുകൾ ദാറ്റ് ഈസ് ബിയും, ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഡിയു ആണല്ലേ. അപ്പം B ഈക്വൽ ടു DU ആയിരിക്കണം. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഈക്വൽ ടു Z2 എന്ന് പറയണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്? റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഇമാജിനറി പാർട്ടുകളും ഈക്വൽ ആയിരിക്കണം. നെക്സ്റ്റ് എക്സാമ്പിൾ, if 4x plus I 3x minus y is equal to 3 plus I minus 6, where x and y are real numbers, then find the values of x and y. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് അല്ല തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 4x plus I 3x minus y. A+IB ഫോമിലുള്ള ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. റൈറ്റ് സൈഡിൽ കിടക്കുന്നത് എന്ത് തന്നെയാണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ പഠിച്ചതാണ് എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? റിയൽ പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? 4x അല്ലേ? 4x is equal to ഇവിടെയാണെങ്കിൽ 3 വരും, which implies x is equal to 3/4. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി, 3/4 ആണ് എക്സിന്റെ വാല്യൂ. ഇനി അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പാടില്ലേ? ദാറ്റ് ഈസ് 3x minus y is equal to, ഇതാണ് ഇവിടുത്തെ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട്. ഈ കോംപ്ലക്സ് നമ്പറിന് എന്താണ് വരുന്നത്? -6 ആണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എക്സിന്റെ വാല്യൂ 3/4 ആണ്. -y is equal to -6, then 9/4
minus y is equal to minus 6. That is minus y is equal to minus 6 minus 9 by 4, which implies y is equal to 6 plus 9 by 4. 33 by 4. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടുന്നത് 33 by 4 ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 by 4 ആണ്. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ റിയൽ പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് നമ്മുടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആ എക്സിന്റെ വാല്യൂ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3 by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂ 33 by 4 നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നെക്സ്റ്റ് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ അഡീഷൻ നോക്കുന്നുണ്ട്, സബ്ട്രാക്ഷൻ നോക്കുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ഫസ്റ്റ് വൺ അഡീഷൻ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഉം Z2 ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. Z1 is equal to A plus IB and Z2 is equal to C plus ID be any two complex numbers. Then the sum is denoted by Z1 plus Z2. That's equal to A plus C. That means real പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു പ്ലസ് IB ID. That means I ഇൻറ്റു B plus D. ആ ഒരു ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു. ഇപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം? റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക പ്ലസ് ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് Z1 plus Z2 is equal to A plus C plus I B plus D is the sum of complex numbers. Is again a complex number. അത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും കിട്ടുക, ആൻസർ കിട്ടുക. ഫോർ എക്സാമ്പിൾ Z1 is equal to 2 plus I3 and Z2 is equal to minus 6 plus I5. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ സം ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? Z1 plus Z2. ദാറ്റ് ഈസ് Z1 plus Z2 എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2 minus 6 പ്ലസ് ഇമാജിനറി പാർട്ടുകൾ ഏതൊക്കെയാണ്? 3ഉം 5ഉം ആണ് വന്നേക്കണേ അല്ലേ? അപ്പോൾ 3 plus 5 ദാറ്റ് ഈസ് minus 4 പ്ലസ് I8. അപ്പൊ ഏത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാലും എന്താ ചെയ്യേണ്ടത്? സം ചെയ്യണമെങ്കിൽ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം. എഴുതേണ്ട ഫോം എന്ന് പറയുന്നത് A plus IB ഫോമിൽ തന്നെ ആയിരിക്കണം. സം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയാണ്? അഗെയിൻ ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്, സമ്മിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി ഇപ്പൊ നമ്മൾ ഓൾറെഡി ഈ എക്സാമ്പിളിൽ കണ്ടല്ലേ? Z1 ഉം Z2 ഉം അത് ആഡ് ചെയ്തപ്പോൾ വീണ്ടും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയേക്കണേ? പുതിയൊരു കോംപ്ലക്സ് നമ്പർ തന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കണേ? ദാറ്റ് ഈസ് -4 പ്ലസ് I8 എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു കോംപ്ലക്സ് നമ്പർ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദി സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് വീണ്ടും കോംപ്ലക്സ് നമ്പർ ആണ്. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഉം Z2 ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സമ്മിന്റെ ബേസിസിലുള്ള എങ്ങനെയായിരിക്കും വരിക? ഇതിപ്പോ കോംപ്ലക്സ് നമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? Z1 plus Z2 ആഡ് ചെയ്യുന്നതും Z2 plus Z1 ആഡ് ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് Z1 plus Z2 is equal to Z2 plus Z1. ദെൻ തേർഡ് വൺ അസോസിയേറ്റീവ് ലോ. Z1 Z2 Z3 മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് Z1 plus Z2 plus Z3 that's equal to Z1 plus Z2 plus Z3. എന്താണ് മീൻ ചെയ്യുന്നത്? ആദ്യം നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഉം Z2 ഉം ആഡ് ചെയ്തതിന് ശേഷം പുതിയതായിട്ട് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ കിട്ടും. ആ കോംപ്ലക്സ് നമ്പറിനോട് കൂടി Z3 ആഡ് ചെയ്താലും അതുപോലെ തന്നെ Z2 ഉം Z3 ഉം ആഡ് ചെയ്തിട്ട് ആ പുതിയ കോംപ്ലക്സ് നമ്പറിനോട് കൂടി Z1 ആഡ് ചെയ്താലും എന്ത് തന്നെയായിരിക്കും? എപ്പോഴും ഒരേ വാല്യൂ തന്നെയായിരിക്കും കിട്ടുക. സെയിം തന്നെ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും കിട്ടുക. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. ദെൻ ഫോർത്ത് വൺ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പം അഡിറ്റീവ് ഐഡന്റിറ്റി നമ്മൾ സമ്മിന്റെ ബേസിസിലാട്ടോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് എടുക്കുന്നത് സീറോയിനെയാണ്. അപ്പൊ ആ സീറോയിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? 0 plus I0. ദാറ്റ് മീൻസ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും 0 തന്നെയാണെന്നേ ഉള്ളൂ. 0 plus I0 and is called the additive identity or the zero complex number. ഇപ്പൊ സീറോയിനെ നമ്മൾ പറഞ്ഞു 0 plus I0 എന്നുള്ളതാണ് ആ കോംപ്ലക്സ് നമ്പർ വരുന്നത്. അതിനെ പറയുന്നതാണ് അഡിറ്റീവ് ഐഡന്റിറ്റി, അല്ലെങ്കിൽ എന്ത് പറയാം? സീറോ കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഫോർ എവറി കോംപ്ലക്സ് നമ്പർ ദാറ്റ് ഈസ് Z, പർട്ടിക്കുലർ ആയിട്ട് Z പറയുവാണെങ്കിൽ Z plus 0 ദാറ്റ്സ് ഈക്വൽ ടു 0 plus Z. എങ്ങനെ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്താലും എന്ത് തന്നെ കിട്ടിക്കോളും റിസൾട്ട്? ദാറ്റ് ഈസ് Z തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 0 ദാറ്റ് ഈസ് 0 plus I0 എന്ന് പറയുന്ന സീറോ കോംപ്ലക്സ് നമ്പർ ആണ് ഇതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അഡിറ്റീവ് ഇൻവേഴ്സ്.
ദി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് ഏതൊരു കോംപ്ലക്സ് നമ്പർ കൺസിഡർ ചെയ്താലും z is equal to a plus ib, അതൊരു കോംപ്ലക്സ് നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സിനെ അല്ലെങ്കിൽ എന്ത് പറയാം, നെഗറ്റീവ് എന്നും പറയാം. ദാറ്റ് ഈസ് മൈനസ് എ പ്ലസ് മൈനസ് ബി. അപ്പോൾ ഇസഡിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്ത്, z is equal to a plus ib ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് ഐ മൈനസ് ബി ആയിരിക്കും. അതിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് നെഗറ്റീവ് ഓഫ് ഇസഡ്. ഇസഡിന്റെ നേരെ നെഗറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്, അപ്പൊ നെഗറ്റീവ് ഓഫ് ഇസഡ് എന്നും പറയാം. സച്ച് ദാറ്റ് ഇസഡ് പ്ലസ് മൈനസ് ഇസഡ്, ആ ഇസഡിനോട് കൂടി ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനോട് കൂടി ഈ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഐഡന്റിറ്റി കിട്ടണം. അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടണം. ദാറ്റ് ഈസ് 0. 0 ആണ് നമ്മളിപ്പോൾ നോക്കി, ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇസഡ് പ്ലസ് മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഓൾസോ മൈനസ് ഇസഡ് പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. കമ്മ്യൂട്ടേറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് മൈനസ് ബി എന്നുള്ളതാണ് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിഫറൻസ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ z1 z2 be any two complex numbers, then the difference of z1 and z2 is denoted by z1 minus z2. Then the difference is denoted by z1 minus z2 and is defined as follows. z1 minus z2 is equal to z1 plus minus z2. അപ്പോൾ സം ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ z2നെ എങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, നെഗറ്റീവ് എടുത്തല്ലേ, മൈനസ് z2, ദാറ്റ് ഈസ് z1 പ്ലസ് മൈനസ് z2 എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് കിട്ടും. എക്സാമ്പിൾ, z1 is equal to 6 plus 3i and z2 is equal to 2 minus i. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിരിക്കുവാണ്. ഡിഫറൻസ് ഓഫ് z1 and z2 is z1 minus z2. Then z1 minus z2 that's equal to z1 എന്താണ്, z1 എന്ന് പറയുന്നത് 6 plus 3i ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ z2ന്റെ വാല്യൂ എന്താണ്, 2 minus i ആണ്, കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്നത്. ദെൻ 6 plus 3i minus 2 minus of minus plus i. ദെൻ ഇനി നമുക്കിത് ആഡ് ചെയ്ത് എടുത്താലോ. ആഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരുന്നു ആഡ് ചെയ്യുന്നത്, റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ അതിന്റെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് റിയൽ പാർട്ട് 6ഉം -2 അല്ലേ. അപ്പൊ ആഡ് ചെയ്യുമ്പോഴത്തേനും 4 കിട്ടും. അതുപോലെ തന്നെ 3iയും iയും ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 3യും 1ഉം ആണ് ഇവിടുത്തെ എന്ത്, ഇമാജിനറി പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 3 + 1 ദാറ്റ് ഈസ് 4i. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, 4 + 4i എന്നുള്ളതാണ് ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഏത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെയും ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെ ചെയ്താൽ മതി, മൈനസ് ഓഫ് ആ ഒരു നമ്പർ കൊടുക്കുക, z2 കൊടുക്കുക, ദെൻ മൈനസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക, ജസ്റ്റ് ആഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ളതാലോ, റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകൾ തമ്മിലും ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ. z1 z2 be any two complex numbers, then the product is denoted by z1 into z2, that is a plus ib into c plus id. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിരിക്കുന്ന z1 എന്ന് പറയുന്നത് എന്താണ്, a plus ib ആണ്, അതുപോലെ z2 എന്ന് പറയുന്നത് c plus id ആണ്. Then product of these two complex numbers, that is a plus ib into c plus id. Then ഇതിന്റെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ a into c, that is ac plus a into id, iad plus ibc plus i into i, that is i square b into d. അപ്പോൾ നമുക്ക് ac plus iad plus ibc plus i square bd എന്ന് കിട്ടി. ദെൻ അറിയാവുന്ന കാര്യമാണ്, i സ്ക്വയറിന്റെ വാല്യൂ എന്താണ്, i സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. i is root of -1, then i square is equal to -1, that is ac plus iad plus ibc, i square is -1, so minus bd. Then ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം, റിയൽ പാർട്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ac minus bd, ac minus bd plus i into ad plus bc. അപ്പം പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്, ദാറ്റ് ഈസ് z1 into z2 എന്നുള്ളതിന്റെ റിസൾട്ട് എന്താണ് നമുക്ക് കിട്ടിയേക്കണേ, ac minus bd plus iad plus bc എന്നുള്ളതാണ് പ്രൊഡക്റ്റ് ഓഫ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയേക്കണത്. എക്സാമ്പിൾ, z1 is equal to 3 plus 5i and z2 is equal to 2 plus 6i. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്തേക്കുവാണ്. ദാറ്റ് ഈസ് z1 into z2, ദാറ്റ് ഈസ് 3 plus 5i into 2 plus 6i. Then 3 into 2, that is 6 plus 3 into 6i, 18i plus 5i into 2, that is 10i plus 5i plus 6i, that is 5 into 6, that is 30. i into i എന്ന് പറയുന്നത് i സ്ക്വയർ ആണ്. i സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്, എന്താണ് i സ്ക്വയറിന്റെ വാല്യൂ -1 ആണ് അല്ലേ. അപ്പം ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ i സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ 6 plus
ഐകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് 18i പ്ലസ് 10i, രണ്ട് പാർട്ടും ആഡ് ചെയ്തു. ദാറ്റ് ഈസ് 28i കിട്ടി. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ -30. ദെൻ റിയൽ പാർട്ട് ആഡ് ചെയ്തേ 6 പ്ലസ് -30, ദാറ്റ് ഈസ് -24 പ്ലസ് 28i എന്നുള്ളതാണ് തന്നിരിക്കുന്ന ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് Z1 ഇൻറ്റു Z2 ഇസ് ഈക്വൽ ടു -24 പ്ലസ് 28i. ദെൻ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് കണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് അവിടെ വരുന്ന പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ ലോ ആണ് വരുന്നത്. ദാറ്റ് ഈസ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് അഗെയിൻ നമുക്ക് എന്ത് തന്നെയാണ്, വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതാണ് ക്ലോഷർ ലോ പറയുന്നത്. ദാറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. ദെൻ സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റീവ് ലോ. Let Z1 and Z2 be any two complex numbers, then Z1 into Z2 is equal to Z2 into Z1. That is Z1 into Z2. Z1 into Z2 ചെയ്താലും Z2 into Z1 ചെയ്താലും എപ്പോഴും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിലും എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ പ്രൊഡക്റ്റിൽ നമുക്ക് എന്താണ് പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നതാണ്. ദാറ്റ് ഈസ് Z1 Z2 is equal to Z2 Z1. നെക്സ്റ്റ് വൺ അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്താണ് പറയുന്നത്, മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തേക്കുവാണ് Z1 Z2 Z3, മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ്. ദെൻ അസോസിയേറ്റീവ് ലോ ഈസ് Z1 Z2 into Z3 is equal to Z1 into Z2 Z3. ദാറ്റ് മീൻസ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ആദ്യം പ്രൊഡക്റ്റ് എടുത്തു, Z1 Z2 കൂടെ പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം പുതിയൊരു കോംപ്ലക്സ് നമ്പർ കിട്ടും. ആ കോംപ്ലക്സ് നമ്പറിനോട് കൂടി Z3 മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടുന്നതും. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം നമ്മൾ Z2 Z3 തമ്മിൽ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, Z1 ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കും, സെയിം തന്നെയായിരിക്കും. ആ പറയുന്ന ലോയാണ് അസോസിയേറ്റീവ് ലോ. ദാറ്റ് ഈസ് Z1 Z2 into Z3 is equal to Z1 into Z2 Z3. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ അസോസിയേറ്റീവ് ലോയും സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. നമ്മൾ സം പഠിച്ചപ്പോൾ നോക്കിയായിരുന്നു അല്ലേ, അവിടെയും ഈ പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഇവിടെ വരുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് 1 ആണ്. 1നെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, 1 + 0i. അപ്പോൾ അതിന്റെ ഇമാജിനറി പാർട്ട് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ 0i എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. റിയൽ പാർട്ട് ആണ് 1, ദാറ്റ് ഈസ് 1 + 0i. ദിസ് കോൾഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അപ്പോൾ എന്താണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, Z into 1 + 0i. ദാറ്റ് മീൻസ് ഈ ഐഡന്റി എന്താണ് വാല്യൂ വന്നിരിക്കുന്നത്, 1 വന്നു. ദാറ്റ് ഈസ് Z into 1 + 0i is equal to 1 + 0i Z. എപ്പോഴും ഈക്വൽ ആയിരിക്കും, ദാറ്റ്സ് ഈക്വൽ ടു ഇസഡിനോട് ഈക്വൽ ആയിരിക്കും. Z into 1 is equal to 1 into Z. ഏതൊരു കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്താലും എന്താണ് 1 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 1 എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് മാറ്റുമ്പോൾ അത് എന്താണ് 1 + 0i. 1 + 0i എന്നുള്ളതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇപ്പൊ ഐഡന്റിറ്റി നമ്മൾ കണ്ടു, അടുത്തത് പറയുന്നത് ഇൻവേഴ്സ് ആണ് പറയുന്നത്. ഇൻവേഴ്സ് ആയിട്ട് നമ്മളിവിടെ നോക്കുന്നത് 1/Z ആണ്. 1/Z ഓർ Z ഇൻവേഴ്സ്. Z ഇൻവേഴ്സ് ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് Z is equal to a plus ib. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ഫോം a plus ib ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ അത് ആ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1/Z ആണ്. അതർവൈസ് Z ഇൻവേഴ്സ് ഏതാണെങ്കിലും പറയാം, 1/Z ഓർ Z ഇൻവേഴ്സ്. സച്ച് ദാറ്റ് കണ്ടീഷൻ എന്താണ്, Z into 1/Z. ദാറ്റ് ഈസ് കോംപ്ലക്സ് നമ്പർ അതിനോടുകൂടി ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്ത് കിട്ടും, ആ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടും. ദാറ്റ് ഈസ് 1 ആണ്. അപ്പം Z into 1/Z is equal to 1. അതുപോലെ തന്നെ 1/Z into Z is equal to 1. കമ്മ്യൂട്ടേറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് Z into Z ഇൻവേഴ്സ്. 1/Z പകരം Z ഇൻവേഴ്സും കൊടുക്കാമല്ലോ. ദാറ്റ് ഈസ് Z into Z ഇൻവേഴ്സ് is equal to Z ഇൻവേഴ്സ് into Z is equal to എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ടുള്ള 1 തന്നെ കിട്ടും. സോ നമുക്ക് പറയാം Z ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ്, Z എന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്, ഇസഡിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/Z ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് Z ഇൻവേഴ്സ് സെയിം തന്നെയാണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, a divided by a² plus b² plus i minus b divided by a² plus b². ഹിയർ കൺസിഡർ ചെയ്യുന്ന Z എന്ന് പറയുന്നത് a plus ib ആണെങ്കിൽ, ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം, 1/Z അല്ലെങ്കിൽ Z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു a divided by a² plus b² plus i minus b divided by a² plus b². Next is distributive law. For any three complex numbers Z1, Z2 and Z3, then the distributive law, first one, Z1 into Z2 plus Z3 is equal to Z1 into Z2 plus Z1 into Z3.
3 കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് Z1, Z2, Z3 നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറഞ്ഞിരിക്കുന്നത് Z1 ഇൻറ്റു Z2 പ്ലസ് Z3 ആണ്. ദാറ്റ് മീൻസ് Z1 വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ കിട്ടും? Z1 Z2 പ്ലസ് Z1 Z3 എന്നുള്ളതായിരിക്കും ആൻസർ. ദെൻ സെക്കൻഡ് വൺ Z1 പ്ലസ് Z2 ഇൻറ്റു Z3, ദാറ്റ് ഈസ് Z3 വെച്ചാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും റിസൾട്ട്? Z1 Z3 പ്ലസ് Z2 Z3. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും ഇവിടെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് ഡിവിഷൻ. അപ്പോൾ നമ്മൾ സം നോക്കി ഡിഫറൻസ് കണ്ടു, അതുപോലെ തന്നെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കി. നെക്സ്റ്റ് ഈസ് ഡിവിഷൻ. ഡിവിഷൻ പറയുമ്പോൾ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ് ദാറ്റ് ഈസ് Z1 ആൻഡ് Z2 കൺസിഡർ ചെയ്യുവാണ്, വേർ Z2 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ദെൻ ദി കോഷ്യന്റ് ഈസ് ദാറ്റ് ഈസ് ഡിവിഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Z1 ബൈ Z2 ആണ് ഡിനോട്ട് ചെയ്യുന്നത്, which is defined by Z1 by Z2 is equal to Z1 into 1 by Z2. 1 by Z2 എന്ന് പറയുന്നത് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് അല്ലേ? അപ്പോൾ Z2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് Z1 into 1 by Z2 ചെയ്താൽ മതി. ഡിവിഷൻ എന്ന് പറയുന്നത് Z1 by Z2 is equal to Z1 into 1 by Z2. എക്സാമ്പിൾ, Z1 is equal to 6 plus 3i and Z2 is equal to 2 minus i. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷൻ നോക്കാം. ദാറ്റ് ഈസ് Z1 by Z2 ദാറ്റ്സ് ഈക്വൽ ടു 6 plus 3i. Z1 എന്ന് പറയുന്നത് എന്താണ്? 6 plus 3i ആണല്ലേ തന്നിരിക്കുന്നത്. 6 plus 3i കൊടുത്തു, അതുപോലെ തന്നെ Z2ന്റെ വാല്യൂ ആയിട്ടുള്ള 2 minus i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ദാറ്റ് ഈസ് Z1 by Z2 is equal to Z1 into 1 by Z2 ആണ്. നമ്മൾ ഡിവിഷൻ പഠിച്ചാൽ അല്ലേ, ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കിയതാണ്. ദാറ്റ് ഈസ് ഈ Z1 എന്ന് പറയുന്നത് 6 plus 3i ആണ് ഇൻറ്റു ദാറ്റ് ഈസ് 1 by Z2. 1 by Z2 എന്ത് വരും? 1 divided by 2 minus i വരും. ദാറ്റ് ഈസ് 6 plus 3i ഇൻറ്റു, നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിലും A plus IB ഫോമിലായിരിക്കണം ആൻസർ ഉണ്ടാവുക. അപ്പം A plus IB ഫോമിലേക്ക് എഴുതുമ്പം നമ്മുടെ എന്താണ് റിയൽ പാർട്ട് എന്താണ്, ഇമാജിനറി പാർട്ട് എന്താണെന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കേസിൽ 1 divided by 2 minus i എന്നാലേ കിടക്കുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 minus i ആണ് ഡിനോമിനേറ്റർ കിടക്കണമെങ്കിൽ 2 plus i വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 6 plus 3i ഇൻറ്റു 1 by 2 minus i. 2 minus iയുടെ നേരെ ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ 2 plus i അല്ലേ? അപ്പോൾ 2 plus i വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് 6 plus 3i 6 plus 3i into 2 plus i. 1 into 2 plus i that is 2 plus i divided by a plus b into a minus b ഫോമിലല്ലേ ഡിനോമിനേറ്റർ കിടക്കുന്നത്. ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 2 സ്ക്വയർ മൈനസ് i സ്ക്വയർ വരും അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 6 plus 3i into 2 plus i divided by 2 square is 4. I സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? I സ്ക്വയർ ഈസ് -1. മൈനസ് ഓഫ് മൈനസ് ദാറ്റ് ഈസ് 1. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 6 plus 3i into 2 plus i divided by 4 plus 1 that is 5. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഏത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷൻ നോക്കണമെങ്കിലും എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് വൺ ഇൻറ്റു അതിന്റെ രണ്ടാമത്തേതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ദാറ്റ് ഈസ് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ 6 plus 3i into 2 plus i divided by 5 ആണ് വന്നിരിക്കുന്നത്. ദെൻ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ നമുക്കറിയാം 1 by 5 into 6 plus 3i into 2 plus i that is 6 into 2 that is 12 plus 6i എഴുതി. അതുപോലെ തന്നെ 3i into 2 that is 6i plus 3i into i that is 3i square. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഐയുടെ ടൈംസുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ നമുക്ക്. അതുപോലെ തന്നെ ഐ സ്ക്വയർ എന്താണ്? ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി ഗെറ്റ് 1 by 5 into 12 minus 3. ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് ആണ്, സോ -3 പ്ലസ് ഐയുടെ വാല്യൂസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു അല്ലേ? ഐയുടെ ടൈം ഉള്ളത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? i into 6 plus 6 that is 12i കിട്ടും. ദെൻ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും 9 by 5 plus 12 by 5i. അപ്പോഴാണ് a plus ib ഫോമിൽ നമ്മുടെ ആൻസർ ആവുന്നത്. ദാറ്റ് ഈസ് Z1 by Z2 is equal to 9 by 5 plus 12 by 5i. പവേഴ്സ് ഓഫ് ഐ. ഐയുടെ പവേഴ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 ആണെന്ന് അറിയാം. ദെൻ ഐ ക്യൂബ് ഈസ് ഐ സ്ക്വയർ ഇൻറ്റു ഐ. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ -1 ഇൻറ്റു ഐ ദാറ്റ്സ് ഈക്വൽ ടു -i.
അപ്പോൾ ഐ ക്യൂബിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? -i ആണ്. ദെൻ i⁴നെ നമുക്ക് അറിയാവുന്ന i² വാല്യൂ ഇപ്പോൾ -1 ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ പവേഴ്സ് ആ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുക. ദാറ്റ് ഈസ് i⁴നെ നമുക്ക് എങ്ങനെ എഴുതാം? i² എന്ന് എഴുതാമല്ലോ. i²⁻², that means i² എന്ന് എഴുതാം. i² വാല്യൂ -1 ആണ്. -1 that's equal to 1. അപ്പം i² -1 ആണ്. i³ എന്ന് പറയുന്നത് -i ആണ്. i⁴ is 1. then i⁵നെ നമുക്ക് എങ്ങനെ എഴുതാം? i²⁻², that means i⁴. i⁴ into i എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? i⁴ + 1, that is i⁵ ആണ്. അപ്പോൾ i⁴ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ 1 into i that's equal to i. That is i² = -1, i³ is equal to -i, i⁴ equal to 1 and i⁵ equal to i. ഇതുപോലെ തന്നെ ഏത് പവറുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാം. then i⁻⁶നെ നമുക്ക് സ്ക്വയറിൻ്റെ പവറിലേക്ക് ആക്കാം. ദാറ്റ് ഈസ് i²⁻3, 3 into 2 that is 6 ആണ് അല്ലേ? അപ്പോൾ i² വാല്യൂ എന്താണ്? -1 ആണ്. i² വാല്യൂ -1 ആണ്. -1⁻3 ഓഡ് നമ്പർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? 3 is ഓഡ് നമ്പർ. അപ്പോൾ -1 ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ അഗെയിൻ -1 വരും. ഇതേപോലെ i�7 ആയിക്കോട്ടെ, i�8 ആയിക്കോട്ടെ, ഏത് നമ്പർ ഏത് പവർ വന്നു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയാണ് ഇതേപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് ദാറ്റ് ഈസ് i² പവേഴ്സ് ആയിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. ദെൻ i⁻1. i⁻1 is equal to 1/i. 1/i ആണ്. നമുക്കറിയാം 1/i വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലാണല്ലേ i വന്നിരിക്കുന്നത്. അപ്പോൾ a+ib ഫോമിലേക്ക് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഈ i ഡിനോമിനേറ്ററിലുള്ള iനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. സോ i into i, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്തു? ഒരു i വെച്ച് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ദാറ്റ് ഈസ് i ഡിവൈഡഡ് ബൈ i into i is i². ആണ്. i² വാല്യൂ എന്താണ്? -1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ i ഡിവൈഡഡ് ബൈ -1 ദാറ്റ്സ് ഈക്വൽ ടു -i. സോ i ഇൻവേഴ്സ് ദാറ്റ് i⁻1 is equal to -i എന്ന് കിട്ടി. ദെൻ i⁻², ദാറ്റ് ഈസ് 1/i² ആണെന്നറിയാം. i² വാല്യൂ എന്താണ്? -1 ആണ്. സോ 1/-1 is equal to -1. ദെൻ i⁻3. സോ i⁻3 നമുക്ക് എങ്ങനെ എഴുതാം? 1/i³ എന്ന് എഴുതാം. i³ വാല്യൂ നമ്മൾ നോക്കിയതാണല്ലേ? i³ വാല്യൂ എന്താണ്? -i ആണ് i³ വാല്യൂ. ദാറ്റ് ഈസ് 1/-i. ദെൻ അഗെയിൻ ഐനെ ഡിനോമിനേറ്ററിലാണ് i വന്നിരിക്കുന്നത്. സോ i വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ വി ഗെറ്റ് i ഡിവൈഡഡ് ബൈ -i². i ഡിവൈഡഡ് ബൈ -i², ദാറ്റ് ഈസ് 1 into i മൈനസ് i into i². i² വാല്യൂ എന്താണ്? i² വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ -1 + 1i, i ഡിവൈഡഡ് ബൈ 1 is equal to i. സോ i⁻3 is equal to i. Then i⁻4. i⁻4 we can write 1/i⁴ എന്ന് എഴുതാം. i⁻4 is equal to 1/i⁴. That is i⁻4 വാല്യൂ എന്താണ്? i⁻4 is equal to 1 ആണല്ലേ? i⁻4 നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? i² എന്ന് എഴുതാം. i² വാല്യൂ -1 ആണ്. -1 എന്ന് പറയുന്നത് 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് 1/1 we get i⁻4 is equal to 1. ഇപ്പം നമ്മൾ പവേഴ്സ് ഓഫ് i ആണ് നോക്കിയത്. പവേഴ്സ് ഓഫ് iയിൽ നമ്മൾ ഐയുടെ പവേഴ്സ് ഇപ്പോൾ i² നോക്കി, i³ നോക്കി, അതുപോലെ തന്നെ i⁻6, i⁻1, i⁻3 അല്ല എല്ലാ വാല്യൂസും തന്നെ നോക്കി അല്ലേ? അതുപോലെ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയുവാണെങ്കിൽ, പവേഴ്സിനെ ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഫോർ എനി ഇൻറ്റീജർ k we can write i⁻4k equal to 1 ആയിരിക്കും. 4k means 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കാം ഐയുടെ പവറായിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അതുപോലെ i⁻4k + 1, 4k എന്ന് പറയുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് +1 അതാണ് നമ്മുടെ പവറായിട്ട് വന്നേക്കണമെങ്കിൽ i തന്നെയായിരിക്കും വാല്യൂ. ദെൻ i⁻4k + 2 ആണെങ്കിൽ ദാറ്റ് ഈസ് -1 ആൻഡ് i⁻4k + 3 ആണെങ്കിൽ ദാറ്റ് ഈസ് -i ആയിരിക്കും റിസൾട്ട് കിട്ടുക. അപ്പോൾ ഏതൊരു നമ്പർ തന്നു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ ചെയ്യാം? ഐയുടെ പവറിനെ 4 into സം ഇൻറ്റീജർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 into സം ഇൻറ്റീജർ +1 എന്ന് എഴുതാം. ദെൻ 4k + 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4k + 3 എന്ന് എഴുതാം. ആ രീതിയിൽ നമുക്ക് റിസൾട്ടുകൾ 1i, -1, -i എന്നുള്ളത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും.